me Zaiva. Welcome to Zaiva's Workshop. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പഠിപ്പിക്കുന്ന ഒരു ഇംഗ്ലീഷ് ഗ്രാമർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആവുന്ന എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ. അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് ദീസ് ദാറ്റ് ദീസ് ദോസ്. അപ്പൊ എല്ലാവർക്കും പൊതുവെ എല്ലാം കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇന്ന് ആ കൺഫ്യൂഷൻ വേണ്ട, അത് ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞുതരാൻ പോകുന്നു. സോ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇതാണ്. എല്ലാവർക്കും സ്പെല്ലിംഗ് കണ്ടാ മനസ്സിലാവില്ലേ? കുട്ടിക്കാർക്ക് സ്പെല്ലിംഗ് അറിയാത്തത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. THIS ഇതാണ് ദിസിന്റെ സ്പെല്ലിംഗ്. അപ്പൊ ഇത് എപ്പോ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? ഇത് എപ്പോ യൂസ് ചെയ്യാന്ന് അറിയാം. നമ്മളിപ്പോ സിംഗുലർ ആയിട്ട് ഒരു സാധനം നമ്മൾ അടുത്തിരിക്കുമ്പോഴാണ് യൂസ് ചെയ്യുക. സിംഗുലറും നിയറും ആയാലേ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഞാനൊരു എക്സാമ്പിൾ എൻ്റെ അടുത്ത് ഒരു ബുക്ക് ഉണ്ട്, കണ്ടില്ലേ? അപ്പൊ എന്റെ കയ്യിലോ നമ്മളുടെ കയ്യിലോ നമ്മൾ അടുത്തും ഉണ്ടാവുമ്പോ നമ്മ അത് യൂസ് ചെയ്യുന്നത് സിംഗുലർ ആണ് അല്ലേ? അപ്പൊ നമ്മൾ എന്താ യൂസ് ചെയ്യാം? യെസ്, കറക്റ്റ്. ദിസ് ഈസ് എ ബുക്ക്, കാരറ്റ്. അപ്പം ഇതേപോലെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. അതേപോലെ നമ്മളിപ്പോ നിയർ ആണ്, സിംഗുലർ ആണ് അല്ലെ? ഇതൊരു നിയറും ആണ്, സിംഗുലർ ആണ്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ. ദിസ് ഈസ് എ പെൻ. അതേപോലെ ബുക്ക്, കാര്യങ്ങള്, ബോൾസ്, അങ്ങനെ ഇതെല്ലാം നിയറും സിംഗുലറും ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പൊ എല്ലാ കുട്ടികൾക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ കമന്റിൽ അയച്ചോട്ടോ. ഞാൻ എല്ലാവർക്കും കമന്റിൽ റിപ്ലൈ മനസ്സിലാക്കി തരാം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തയിലേക്ക് പോകാം. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഒന്ന് സിംഗുലറും ആയിരിക്കണം, പിന്നെ നിയർ ആയിട്ട് നമ്മൾ ഫാർ ആവാൻ പറ്റില്ല, നിയർ ആയിരിക്കണം. ഫാർ ആയ സാധനത്തിന് ഒരിക്കലും നമ്മൾ ദിസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ഒന്നിൽ കൂടുതലുള്ള സംഭവത്തിനോ. അപ്പം ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇതാ. വീണ്ടും ഞാൻ എൻ്റെ കുഞ്ഞനിയത്തിമാർക്കും അനിയന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. THAT, ദാറ്റ്. എല്ലാവർക്കും മനസ്സിലായില്ലേ ഈ ദാറ്റിന്റെ സ്പെല്ലിംഗ്? അപ്പം ഇനി എന്തൊക്കെയാണ് ഉപയോഗങ്ങൾ എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇത് ദൂരെയാണ് ഉള്ളത്, പക്ഷെ ഒന്നാണ്. ഫാർ ആണ്, പക്ഷെ സിംഗുലർ ആണ്. അങ്ങനെയുള്ള സാധനങ്ങളെയാണ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, that is tree. That is a tree. That is a house. That is my mother. That is my father. അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഞാൻ വീണ്ടും മറക്കാണ്ടിരിക്കാൻ വേണ്ടി ഒന്നും കൂടി പറഞ്ഞതാണ്. ഫാറും ആയിരിക്കണം, സിംഗുലർ ആയിരിക്കണം. നേരത്തെ ദിസ് പോലെ തന്നെ 2 കണ്ടീഷൻസ് ആണ്. പക്ഷെങ്കിൽ സിംഗുലർ തന്നെയാണ് രണ്ടും. പക്ഷെങ്കിൽ രണ്ടും വ്യത്യാസമുള്ളത് ദാറ്റ് ഫാറും ദിസ് നിയറും ആണ്. അത് നിങ്ങൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കേണ്ടത്. ഓക്കെ, അപ്പം എല്ലാ കുട്ടികൾക്കും ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ലേ? അതിൻ്റെ ഒപ്പമുള്ള ചില 2 കണ്ടീഷൻസ് മനസ്സിലായിട്ടുണ്ടാവില്ലേ? എല്ലാരും ഇത് ഓർമ്മിച്ചാക്കണം കേട്ടോ. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത അപ്പം ഇനി അടുത്ത വേർഡ് നോക്കിയേ. ഇതാണ്. ഇനി എല്ലാരും വായിച്ചത്. ഇനി കുട്ടികൾക്ക് വായിക്കാൻ കഴിയില്ലേ? വായിച്ചേ. യെസ്, ദീസ്, THESE. ഓക്കെ, അപ്പൊ നമ്മളെ ദിസ് ഇല്ലേ, ഫസ്റ്റ് വണ് ദിസ്. നമ്മള് മൂന്നാമത് പഠിക്കുന്ന ഈ ദീസും ഫ്രണ്ട്സ് ആണ് കേട്ടോ. ടീമാണ് രണ്ടുപേരും. പക്ഷേ രണ്ട് സിംഗുലർ ആണ്. പക്ഷേ അപ്പൊ ഞാൻ
വ്യത്യാസങ്ങളുണ്ട്. കാരണം THIS ദിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ ആയിട്ടാണ്. സിംഗുലർ ആയിട്ടുള്ള വസ്തുക്കളെയാണ് നമ്മൾ ദിസ് എന്ന് പറയാം. പക്ഷേ THESE ദീസ് അങ്ങനെയല്ല. നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ള വസ്തുക്കൾ അത് നിയർ ആയിട്ടുണ്ടാവില്ലേ, അതിനൊക്കെയാണ് നമ്മൾ ദീസ് യൂസ് ചെയ്യുക. വേറെ ഒന്നിനെ യൂസ് ചെയ്യില്ല കേട്ടോ. അപ്പം ഇപ്പൊ എൻ്റെ അടുത്ത് കുറച്ച് ബുക്സ് ഉണ്ട് അല്ലേ. ഇത് നമ്മളെ കുറേ ഉണ്ട്. പ്ലൂറൽ ആണ് അല്ലേ, അത് മാത്രമല്ല നിയർ ആണ്, സിംഗുലർ അല്ല. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് ദീസ് ആണ്. ദിസിലെ സിംഗുലർ ആണ്, നിയറും ആണ്. പക്ഷേ ദീസിലെ പ്ലൂറൽ ആണ്, പക്ഷേ നിയറും ആണ്. അപ്പൊ ഈ ദീസ് എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പൊ അപ്പൊ നമ്മളിപ്പോ എങ്ങനെ പറയാൻ ഞാൻ പറയാൻ പറഞ്ഞു കേട്ടാ. ഇതെങ്ങനെ പറയാന്നറിയോ? ദീസ് ആർ ബുക്സ്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി അടുത്തതിൽ നോക്കാം. അപ്പം നമ്മളുടെ ലാസ്റ്റ് ആണ് ഇത്. ഇതാ നോക്കിയേ, ഇത് ദോസ്, THOSE ദോസ്. അപ്പം ദോസും ദാറ്റും ഫ്രണ്ട്സ് ആണ്. ദിസും ദീസും പോലെ ദോസും ദാറ്റും ഫ്രണ്ട്സ് ആണ് കേട്ടോ. അപ്പം ദോസും ദാറ്റും ഫ്രണ്ട്സ് ആണ്. പക്ഷെ എന്താ കുഴപ്പം? രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. എന്ത് കണ്ടീഷൻസ് ആണെന്ന് പറയട്ടെ. നമ്മളെ ഇത് പ്ലൂറൽ ആണ്. ദാറ്റ് ആണെങ്കിൽ സിംഗുലർ ആണ്, പക്ഷെ ഇത് പ്ലൂറൽ ആണ്. അപ്പം ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് നമുക്ക് പറയാം, those are toys, yeah, those are balls. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഈ ദോസും കൂടി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പൊ ആളുകൾ സിംഗുലറും പ്ലൂറലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിംഗുലർ എന്ന് പറഞ്ഞാല് ഒരു സാധനം, ഒറ്റ സാധനം. പ്ലൂറൽ എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതൽ. അതാണ് കേട്ടോ ഈ സിംഗുലറും പ്ലൂറലും. അപ്പം ഈ ദോസും ദിസും ദാറ്റും ദീസും ദോസൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ ആർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിലാക്കാം കേട്ടോ. ഞാൻ എന്തായിരിക്കും തീർച്ചയായും റിപ്ലൈ തരുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യും വേണം കേട്ടോ. നിങ്ങളെ റിലേറ്റീവ്സിനും നിങ്ങൾക്ക് അറിയുന്ന എല്ലാവർക്കും ഷെയർ ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണേ. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അപ്പം കീപ് വാച്ചിങ്, ബൈ.